ഹായ്. നമ്മളിവിടെ കിടന്ന് വലുതായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനം ജീവിക്കുന്നു. അതിനിടയ്ക്ക് ഒരാൾ വന്നുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഇന്ത്യൻ ജനസംഖ്യയിൽ ഏതാണ്ട് 72% ക്രിസ്ത്യാനികളാണ്. ഇവിടെ ഈസ്റ്ററിനോ അതുപോലെ തന്നെ പെസഹ വ്യാഴത്തിനോ ഇവിടെ അവധിയില്ല, നാഷണൽ ഹോളിഡേ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ ഇത് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർ എന്നെ തീർച്ചയായിട്ടും അസഭ്യം പറയുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ദൈവങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പുണ്യ ദിവസങ്ങൾക്ക്, സുപ്രധാന ദിവസങ്ങൾക്ക് എത്ര അവധിയാണ് പോകുന്നത്. ഇച്ചിരി പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസങ്ങളാണ് ഈ പറയുന്നത് ഒരു വർഷത്തിൽ. ഓണത്തിന്, അതുപോലെ തന്നെ ഈസ്റ്ററിന്, അതുപോലെ തന്നെ ഈദിന് ഒക്കെ എല്ലാ റിലീജിയസ് ഹോളിഡേയ്സിനും ഇങ്ങനെ വാരി കൊടുക്കുകയാണ് ഹോളിഡേയ്സ്. അപ്പോൾ കേട്ടല്ലോ, അതായത് പുള്ളിക്കാരൻ പറയുന്നത് അമേരിക്കയിൽ 72% ക്രിസ്ത്യാനികളാണ്. അവിടെ ദുഃഖ വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആണെന്ന്. ദുഃഖ വെള്ളിയാഴ്ച അവിടെ വർക്കിംഗ് ഡേ ആണ്, പെസഹ വ്യാഴാഴ്ച അവിടെ വർക്കിംഗ് ഡേ ആണ്. നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ, പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇല്ല ക്രിസ്ത്യൻ ഹോളിഡേയ്സിനും ഹിന്ദു ഹോളിഡേയ്സിനും ഇനി മുസ്ലിം ഹോളിഡേയ്സിനും എല്ലാം ഹോളിഡേ അവധി എടുത്തുകൊണ്ട് കളയാണെന്നാണ് അവർ പറയണത്. എല്ലാ റിലീജിയസ് ഹോളിഡേയ്സിനും ഇങ്ങനെ വാരി കൊടുക്കുകയാണ് ഹോളിഡേയ്സ്. അത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം നമ്മൾ വെറുതെ കളയുകയാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ എവിടെ നിന്നുകൊണ്ട് പറയുന്നത്, പുള്ളിക്കാരൻ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തനിനാടൻ മലയാളി എന്ന പേര് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, അവരെത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അതായത് ഞാൻ നേരെ ഈ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി, ടോപ്പ് 10 കൺട്രീസ് വിത്ത് ലോങ്ങസ്റ്റ് വർക്കിംഗ് അവേഴ്സ് ഇൻ 2023. 2023 ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന 10 രാജ്യങ്ങൾ നോക്കുമ്പോൾ അതിൽ ആദ്യം ഉള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 52.6 മണിക്കൂർ. അതിന് താഴെ ഗാംബിയ, ഭൂട്ടാൻ, നമ്മുടെ അടുത്ത് കിടക്കുന്ന ഭൂട്ടാനുണ്ട്, ലെസോത്തോ, കോങ്കോ, പിന്നെ ഖത്തർ 48 മണിക്കൂർ. അതിനുശേഷം ഇന്ത്യ 47.7 മണിക്കൂർ. ഇന്ത്യ 7ാമതാണ് ഇരിക്കുന്നത്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ കഠിനാധ്വാനികളെന്ന് പറയുന്ന ചൈന നമുക്ക് താഴെയാണ്. അങ്ങനെയുള്ള അതേപോലെ പേരുള്ള സിംഗപ്പൂർ നമുക്ക് താഴെയാണ്. അതേപോലെ പേരുള്ള ജപ്പാൻ നമുക്ക് താഴെയാണ്. ഈ ജപ്പാൻകാരും സിംഗപ്പൂരുകാരും ചൈനക്കാരും ഒന്നും ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നതിൻ്റെ അത്രയൊന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഈ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം കാണുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 52.6 മണിക്കൂർ. അവിടെയുള്ള 42% പേര് ഇന്ത്യക്കാരാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, 42% ഇന്ത്യക്കാരുള്ള UAEയിൽ 52.6 മണിക്കൂർ ആണ് വർക്ക് ചെയ്യുന്ന സമയം. അപ്പോൾ അതിൽ സ്വദേശികളായിരിക്കുമോ വിദേശികളായിരിക്കുമോ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്? അല്പം തലയുള്ളവരൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, വിദേശികൾ തന്നെയാണ്. വിദേശികളെന്ന് വെച്ചാൽ ഇന്ത്യക്കാർ തന്നെയാണ് അവിടെ കിടന്ന് പെടാപ്പാട് വിടുന്നത്. നമ്മൾ മറ്റേ ആട് ജീവിതമൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ. ഞാൻ കണ്ടില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. അതാണ് അവസ്ഥ. ഈ വിദേശത്തൊക്കെ പോയിട്ടുള്ള, അവിടെ അറബിയിലൊക്കെ പോയിട്ടുള്ള ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ മതി അവിടുത്തെ കഷ്ടപ്പാട് എങ്ങനെയാണെന്ന്. അവർ പറഞ്ഞു തരും. ഭയങ്കര പാടാണ്, അതും പൊരി വെയിലത്ത്. നമുക്കിവിടെ വെയിൽ തന്നെ, അതേപോലെയുള്ള ഇതിനേക്കാളും കട്ടിയുള്ള വെയിലത്ത് കിടന്നാണ് അവർ ജോലി ചെയ്യുന്നത്. അതുപോലെ താഴോട്ട് വരുമ്പോൾ ഗാംബിയ, ഭൂട്ടാൻ നമുക്ക് അടുത്ത് കിടക്കണം. പിന്നെ ലെസോത്തോ, കോങ്കോ, ഇത് മൂന്നും, ഭൂട്ടാൻ വെച്ച് മൂന്നും ചെറിയ ആഫ്രിക്ക രാജ്യങ്ങളാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഖത്തർ, അവിടെ 22% പേര് ഇന്ത്യക്കാരാണ്. അവിടെയും 48 മണിക്കൂറാണ് ജോലി. 48 മണിക്കൂർ എന്ന് പറയുമ്പം അതിൽ കൂടുതലും ജോലി എടുക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. തൊട്ട് താഴെയാണ് ഇന്ത്യയുടെ അവസ്ഥ, 47.7. ഇനി പുള്ളിക്കാരൻ പറഞ്ഞ രാജ്യം, പുള്ളിക്കാരൻ്റെ അമേരിക്കയിൽ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നറിയാമോ? അമേരിക്കയിൽ സ്റ്റാൻഡേർഡ് വർക്കിംഗ് അവേഴ്സ് 40 മണിക്കൂറാണ് ഗവൺമെൻറ് പറയുന്നത്. 40 മണിക്കൂറിൽ അധികം വർക്ക് ചെയ്താൽ കൂടുതൽ പൈസ കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുക്കണം. പക്ഷേ അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു 38 മണിക്കൂർ വർക്ക് ചെയ്യും. അതായത് വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴേക്കും കെട്ടും പാണ്ടും എടുത്തുകൊണ്ട് അങ്ങ് വിടും, നാട് വിടും. വേറെ എങ്ങോട്ടെങ്കിലും പോയി അവധി ആഘോഷിച്ചിട്ട്, അതായത് വീക്കെൻഡ് ആഘോഷിച്ചിട്ട് വരും. അവരുടെ വീക്കെൻഡ് എന്ന് വെച്ചാൽ ഈ വെള്ളിയിലല്ല, ശനിയും ഞായറുമാണ്. നമ്മുടെ വീക്കെൻഡ് ഞായറാഴ്ച മാത്രമാണ്. താഴോട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ ബേണി സാൻഡേഴ്സ്, അവിടുത്തെ സെനറ്റർ, പുള്ളിക്കാരൻ പറയുകയാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ് 32 മണിക്കൂറിലേക്ക് ചുരുക്കണമെന്ന്. കുറേ വർഷമായിട്ട് അവർ 40 മണിക്കൂറാണ് സ്റ്റാൻഡേർഡ്, അത് അവർക്ക് 32 മണിക്കൂറാക്കണമെന്ന്.
അതേസമയം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇവിടെ നമ്മുടെ കുറേ കിടിലങ്ങളൊന്നുകൊണ്ട് പറയാണ് 70 മണിക്കൂറാക്കണമെന്ന്. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുകയാണ് 70 മണിക്കൂറാക്കുന്നതല്ലേ നല്ലതെന്ന്. അപ്പോഴേക്കും ഇന്ത്യക്ക് ഭയങ്കരപ്പെട്ട വളർച്ച ഉണ്ടാകുമല്ലോ എന്ന്. ഇത് കണ്ടില്ലേ, ഇൻഫോസിക്സിൻ്റെ ഫൗണ്ടർ നാരായണ മൂർത്തി പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഒരു ഡയലോഗ് അടിച്ച് ഇതുപോലെ 70 മണിക്കൂറാക്കണമെന്ന്. അപ്പോൾ ഇൻഡസ്ട്രി ലീഡേഴ്സൊക്കെ പറയുകയാണ് അത് കൊള്ളാം, നല്ല കാര്യമാണ്. ഉണ്ടല്ലേ, ഇൻഡസ്ട്രി ലീഡേഴ്സ് സ്പോക്ക് ടു CNBC agreed that this is necessary for the development nation to compete on a global stage. അതായത് ഈ ഇൻഡസ്ട്രി ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ പണക്കാർ, ഏറ്റവും മുകളിലുള്ളവർ, അവർ പറയുന്നതാണ് അവരുടെ ജോലിക്കാരെ കൊണ്ട് അവർക്ക് 70 മണിക്കൂർ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന്. പിന്നെ എന്ത് ചെയ്യാൻ? ഇതാണ് ഇന്ത്യക്കാരുടെ അവസ്ഥ. അമേരിക്കക്കാർ നോക്കുന്നത് 32 മണിക്കൂറിലേക്ക് ചുരുക്കണമെന്ന്, ഇന്ത്യക്കാർ നോക്കുന്നത് 70 മണിക്കൂറാക്കണമെന്ന്. 32, 70, അതായത് അമേരിക്കക്കാർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇരട്ടി അധികമാക്കണമെന്നാണ് ഇന്ത്യക്കാർ ഇവിടെ നിന്നുകൊണ്ട് ആലോചിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, അമേരിക്കക്കാർ ഇതുപോലെ ഇപ്പോൾ 38 മണിക്കൂർ വർക്ക് ചെയ്യും. 38 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് അവന്മാരുണ്ടാക്കുന്ന പൈസ എത്രയാണ്? ഒരു 32-33 ലക്ഷം രൂപ അവരുണ്ടാക്കും. രൂപയിലാണെങ്കിൽ 33 ലക്ഷം രൂപ ഉണ്ടാക്കും. കുറേ ടാക്സ് പോവും, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് അവർക്കുണ്ട്. ഇന്ത്യക്കാരാണെങ്കിലാ 40 മണിക്കൂർ, എത്ര മണിക്കൂർ? 47.7, 48 മണിക്കൂർ വർക്ക് ചെയ്യും. 48 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഒരു 1.5 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപ, അങ്ങനത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ആരടുത്ത് പറയാൻ? നമുക്കൊരുപാട് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ നോക്കിയിട്ടും അവരൊക്കെ നോക്കുന്നില്ല. നമ്മുടെ ക്ഷേമമൊന്നും അന്വേഷിക്കുന്ന പരിപാടി അവർക്കില്ലല്ലോ. അവർക്ക് നമ്മുടെ ഭരിക്കാനല്ലേ. ഇലക്ഷൻ ആകുമ്പോൾ ഇതുപോലെ വോട്ട് ചോദിക്കാൻ വരും. കുറേ പേരൊക്കെ വോട്ടൊക്കെ കൊടുക്കും, അല്ല ധാരാളം പേര് വോട്ട് കൊടുക്കും. ഇത്രയ്ക്ക് രാഷ്ട്രീയ ചിന്തയുള്ള ജനങ്ങൾ വേറെ ഒരിടത്തും കാണില്ല, വേറൊരു രാജ്യത്തും കാണില്ല. രാഷ്ട്രീയം ആരെയും കൊല്ലും. എത്ര എണ്ണത്തിനാണ് നമ്മൾ ഓരോ വർഷവും കൊന്നിട്ടുണ്ടെന്നറിയാമോ? അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന ആളുകൾ ഒന്ന് ചോദിക്കുമ്പോൾ പറയണം ഇതാണ് നമ്മുടെ അവസ്ഥയെന്ന്. നീയൊക്കെ എന്തിനുണ്ടാക്കിയെന്ന് രാഷ്ട്രീയക്കാരോട് ചോദിക്കണം. എല്ലാം ഒന്ന് മനസ്സിലൊക്കെ ഒന്ന് വെച്ചിരുന്നാൽ മതി. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ വലിയ രാഷ്ട്രീയ നേതാക്കൾ വല്ലതും ആവണം, വലിയ നേതാക്കളാവണം. അവർക്കാണെങ്കിൽ ഇതൊന്നും ചിന്തയില്ലല്ലോ. അവർക്ക് എപ്പോഴും മതവും ജാതിയും ഒക്കെ അല്ലേ ചിന്ത. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.